നമസ്കാരം സാർ. ഈ ട്രംപുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് അവിടെ ഇല്ലീഗൽ മൈഗ്രേഷനിലുള്ള ആളുകളെ ഇന്ത്യയിലേക്ക്, പ്രധാനപ്പെട്ട ഇന്ത്യക്കാരെ, ഗുജറാത്തിലും പഞ്ചാബിലൊക്കെയുള്ള ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയച്ചിട്ടുണ്ട്. അവരെ കൈകാലുകൾ ബന്ധിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം. കാരണം അവർ അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കാം, അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചിരിക്കാം, ഇതൊക്കെ ഉണ്ട്. അല്ലാതെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. എല്ലാവരെയും കൂടെ ഇങ്ങനെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് കൊണ്ടുവരുന്നത് മനുഷ്യാവകാശ ധ്വംസനമല്ലേ, അല്ലെങ്കിൽ അത് ഇന്ത്യയോട് ഒരു വിലയില്ലാത്തത് കൊണ്ടല്ലേ ട്രംപ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. എന്താ സാറിന് പറയാൻ? ഈ ചോദ്യം വളരെ രസകരമാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇത് തോന്നുന്നത് ചെറിയ കാര്യമാണ്. അവർ പാസ്പോർട്ട് ഇല്ലാണ്ട് അവിടെ താമസിച്ചു, അവർക്ക് വിസ ഇല്ലാണ്ട് അവിടെ താമസിച്ചു എന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നും. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് തോന്നണമെന്നില്ല, ഒരു നാടിനെ തോന്നണം നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ചിലർക്ക് തോന്നാറുണ്ട്. കാരണം ഇന്ത്യയിൽ വന്നിട്ട് പാസ്പോർട്ടില്ലാതെ കണ്ട്, വിസ ഇല്ലാതെ കണ്ട് ഇവിടെ വന്നൊരു സ്ത്രീ ഇവിടെ വന്നപ്പോൾ അവർക്ക് താമസിക്കാൻ ചില ആളുകൾ ഇടം കൊടുത്തിരുന്നു. അതിന് സ്ഥലം ഇപ്പോൾ അടുത്തിടയ്ക്ക് പെരുമ്പാവൂർ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, അതിന് വേണ്ടി ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. അവരിങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. ഇങ്ങനെ എറണാകുളം ജില്ലയിൽ മാത്രം നിലവിൽ 27 പേരുണ്ട്. 27 പേരുടെ കണക്ക് ഇപ്പം നിലവിൽ സർക്കാരിനറിയാം. നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കണക്കൊന്നുമില്ല, ആരൊക്കെ വന്ന് താമസിക്കുന്ന കണക്കില്ല. പക്ഷെ ഇങ്ങനെയല്ല അമേരിക്കയിലെ ട്രംപിൻ്റെ ഭരണകൂടം. അവർ ജീവിക്കുന്നതും അവർ ഭരിക്കുന്നതും അവർ ജീവിക്കുന്നതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ജീവിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ സിഖ് നേതാവ് കൊല ചെയ്യപ്പെട്ട സംഭവമുണ്ട്. ആ സിഖ് നേതാവ് കൊലപ്പെടലിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് എന്താ കേസെടുക്കാൻ എന്താ കാരണം മറ്റുള്ള അമേരിക്കയിൽ ജനിച്ച ആളെന്നുള്ള നിലയ്ക്കാണ്. അമേരിക്കയിൽ ജനിച്ച ആളുകൾ അമേരിക്കക്കാരാണെങ്കിൽ അമേരിക്കൻ പൗരനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ പുതിയ പ്രസ്താവന വന്നിരുന്നു, ആരും പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകളുടെ പരിപാടി അമേരിക്കയിൽ പോയിട്ട് പ്രസവിക്കുക. അതുകൊണ്ട് പണ്ട് കുഞ്ഞിന് ഭാഷയുടെ കവിത ഉണ്ടായിരുന്നു, അത് ഇംഗ്ലീഷ് പഠിക്കാനെന്നാണ് പറഞ്ഞ്. അത് മറ്റേ ജനിക്കുമ്പോൾ തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിന് ഭാര്യതൻ പേറങ്ങി ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സിനിമാ നടി അവിടെ പ്രസവിക്കാൻ വേണ്ടി പോയ സമയത്താണ്. ഇതേപോലെ തന്നെ ഇവിടുന്ന് പല ആളുകളും അമേരിക്ക പോയിട്ട് പ്രസവിക്കുന്ന കുട്ടി എവിടെയാണോ ഉള്ളത് അവിടുത്തെ പൗരത്വം കിട്ടും. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇന്ത്യൻ പൗരത്വം ആണെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന അമേരിക്കൻ പൗരത്വം കിട്ടും. അങ്ങനെ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഇന്ത്യയിൽ, അവിടെ അമേരിക്കയിൽ ജനിച്ച കുട്ടിയുടെ പേരിൽ അങ്ങനെ സുഖവാസത്തിന് വേണ്ടി എത്തുന്ന ആളുകളെ, ഈ ആളുകളെ ഒരിക്കലും ട്രംപ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ട്രംപ് മാത്രമല്ല, ഇത് പുതിയ സംഭവമൊന്നുമല്ലല്ലോ. ട്രംപ് വരുന്നതിന് മുമ്പ് ഒരു നിയമം അവിടെ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം ബൈഡൻ ഭരിച്ചല്ലോ. ഈ ബൈഡൻ ഭരിച്ചിട്ട് 2012 ജയിലിലാക്കിയിരിക്കുന്ന ആളുകളെയാണ് 110 പേരെയാണ് മറ്റാണ് ഇപ്പോൾ അമൃത്സറിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ആളുകൾ അവിടെ തന്നെ ജയിലിലുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ 5 കൊല്ലമായിട്ടുണ്ടായിരുന്നല്ലോ. ബൈഡൻ ആരും തുറന്നു വിട്ടില്ലല്ലോ, ആർക്കും അവിടെ വിസയൊന്നും കൊടുത്തില്ലല്ലോ, അവരാരും അമേരിക്കൻ പൗരന്മാരായിട്ട് ബൈഡൻ അംഗീകരിച്ചില്ലല്ലോ. അവരൊക്കെ അമേരിക്കയിൽ ജയിലിലായിരുന്നു. ഇവരൊക്കെ അമേരിക്കയിൽ ജയിലിലാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അവിടെ നിന്നാണ് അവരെ തുറന്നു വിട്ടത്. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട്, ആ ജയിലിൽ നിന്ന് അവർ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്നു. ഇവിടെയും താമസിക്കാൻ പോകുന്ന ജയിലിൽ തന്നെയാണ്, അല്ലാണ്ട് അവരെ ആരും വീട്ടിലൊന്നും എത്തിക്കാൻ പോകുന്നില്ല. അവരൊക്കെ ജയിലിൽ തന്നെ പോകേണ്ടി വരും. കാരണം അവർ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ എത്തിയിട്ട് അവിടുത്തെ പാസ്പോർട്ടില്ലാതെ കണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഇവർ നശിപ്പിക്കുകയാണ്. കാരണം ഇവരൊക്കെ അമേരിക്കൻ പൗരന്മാരാണ്. ഇത് എവിടെ തന്നെയായത്? ഇത് ഇന്ത്യയിൽ നടക്കും. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം അതിന് വേണ്ടിയിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. നമ്മളിപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞല്ലോ, അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികൾക്കിവിടെ അനുവാദം കൊടുക്കണം, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കിവിടെ താമസിക്കണം, ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്കിവിടെ പൗരത്വം കൊടുക്കണം, അവന് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇന്ന് അങ്ങനെ ഇന്ത്യയിൽ താമസിക്കുന്നത്, കേരളത്തിൽ താമസിക്കുന്നത് 2 ലക്ഷം പേരാണ്. കേരള സർക്കാരിൻ്റെ കയ്യിൽ കണക്കുണ്ടോ? ഒരു കണക്കുമില്ലോ കേരള സർക്കാരിൻ്റെ കയ്യിൽ. ഇതുപോലെയാണ് മറ്റുള്ള രാജ്യങ്ങളാകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കതിനെ എതിർക്കാം. അല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരെ കേരളത്തിൽ വരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. കേരളം ഒരു കുടിയേറ്റക്കാരുടെ ഭൂമിയാകണോ? കേരളത്തിൽ മുഴുവൻ ചെറുപ്പക്കാരും കേരളം വിട്ടുപോകുന്നു. അവരൊക്കെ അമേരിക്കയിൽ പോകുന്നു, റഷ്യയിൽ പോകുന്നു, അവർക്ക് ചൈനയിൽ പോകുന്നു, അവരൊക്കെ UK പോകുന്നു, US പോകുന്നു, കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു. അവരാരും കേരളത്തിൽ വേണ്ട. കേരളം മുഴുവൻ ഇത്തരത്തിൽ അനധികൃതമായിരിക്കുന്ന കുടിയേറ്റക്കാരുടെ ഭൂമിയാകണം എന്ന് വിചാരിക്കുന്നവരാണ് നിറയ്ക്കുന്നവർ. നമ്മളൊന്ന് തിരിച്ചറിയേണ്ട വസ്തുതയില്ലേ? അപ്പോൾ അവർ കയ്യാമം വച്ചു എങ്ങനെ കൊണ്ടുവരുന്നുള്ള തീരുമാനിക്കുന്നത് നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല,
നമുക്കുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല അവരെ കയ്യാമം വയ്ക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. അതായത് അത് ഓരോ രാജ്യത്തിനും അവിടുത്തെ നിയമമുണ്ട്. ആ നിയമം പാലിക്കുക തന്നെ അവർ ചെയ്യും. നമ്മളും അതേപോലെ തന്നെ വസ്തുത വേണ്ടതാണ്. ഞാൻ കയ്യാമം വയ്ക്കണം എന്നല്ല എൻ്റെ വിഷയം. ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ ഇവരെ ശിക്ഷിക്കേണ്ടതാണ്. ശരിക്ക് അനധികൃതമായിട്ട് പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ കണ്ട് സ്ഥിരതാമസത്തിന് വേണ്ടിയിട്ട്, ഈ നാടിൻ്റെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ റേഷൻ കാർഡിന് വേണ്ടിയിട്ട്, ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വരാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നടത്തുന്ന പരിശ്രമമില്ലേ, ആ പരിശ്രമത്തെ പിന്താങ്ങുന്നവരാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാടിനെ എതിർക്കുന്നത്. ഇവിടെ ഒരു ഉദാഹരണം, അതായത് JNU പഠിക്കാൻ വന്ന, വിദേശത്തു നിന്ന് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി, അവിടെ JNU എന്ന് പറയുന്നത് അറിയാമല്ലോ, ഈ ചില സമയത്തൊക്കെ രാജ്യവിരുദ്ധത കത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് പുരോഗമനത്തിന്റെ പേരിൽ. അവിടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അവിടെ പോലീസ് ആ ക്യാമ്പസിനുള്ളിൽ കടന്നുകൊണ്ട് ആ വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തു. അതൊരു വിദേശ പൗരനായിരുന്നു. ആ വിദേശ പൗരനെ ഇന്ത്യ ട്രീറ്റ് ചെയ്തത് ഈ പറഞ്ഞ പോലെ എന്താണ്, ഫുഡ് കൊടുത്തിട്ടൊന്നും അല്ല, നേരെ പിടിച്ച് ജയിലിലിട്ടു. നല്ല, ഇപ്പോൾ അദ്ദേഹം ജയിലിലാണോ അതോ അയച്ചോ എന്ന് എനിക്കറിയില്ല, നല്ല ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യവും ഇതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും എല്ലാ രാജ്യങ്ങളും അവരവരുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഈ രീതിയിൽ പ്രാധാന്യം കൊടുക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? അത് തന്നെയല്ലേ അങ്ങനെ വേണമല്ലോ. നാഷണൽ സെക്യൂരിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കണക്ക് പ്രകാരം പറയുന്നത്, ഈ കഴിഞ്ഞ വർഷത്തെ ഡേറ്റാസ് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അധിവസിക്കുന്ന സ്ഥലം കൊച്ചിയാണ്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. നാഷണൽ ബേസിൽ എത്രയാണ്? 100,000-ന് കൊച്ചിയിൽ 360 ഇവിടുത്തെ ക്രൈം റേറ്റ്. മറിച്ച് നാഷണൽ ക്രൈം റേറ്റ് 186. കേരളത്തിൻ്റെ ക്രൈം റേറ്റും അറൗണ്ട് 300 ഇതിന് കൂടാനുള്ള കാരണം കൊച്ചിയിൽ ജീവിക്കുന്നവരാരും ക്രൈം ചെയ്യുന്നവരൊന്നുമല്ല. അവരല്ലല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കൊച്ചിയിലേക്ക് വന്ന് താമസിക്കുക, ഇവിടുത്തെ ഒരു കാര്യങ്ങളായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ, ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആളുകൾ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അംഗീകരിക്കാത്ത ആളുകൾ, അവരോട് വന്നൊരു കുഴപ്പങ്ങൾ കാണിക്കും. ഈ കുഴപ്പങ്ങളാണ് കൊച്ചിയെ ഒരു ക്രൈം സിറ്റി ആക്കിയിട്ട് കൊച്ചിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ നിലപാടാണ്. അങ്ങനെയുള്ള കുറ്റവാളികളോട് എടുക്കേണ്ട സമീപനം എന്തായിരിക്കണം? അതിൻ്റെ ഒരു നിശ്ചയം വേണ്ടേ? കേരള സംസ്ഥാന സർക്കാരിന് നിശ്ചയം വേണ്ടേ? നമ്മുടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പറയണ്ടേ? അല്ലെങ്കിൽ എന്താ പറ്റിയെന്നറിയാമോ? ആ ഒരു വീടുകളിൽ വരുന്നു, നമ്മുടെ പലരും സാധാരണ വീടുകളിലേക്ക് വരുന്നു, വളരെ കഷ്ടപ്പാടിൻ്റെ ചരിത്രം പറയുന്നു, ഒരു നോട്ടീസ് വരുന്നു, ആ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നുള്ള പഠനം നടത്തുന്നു, ആ രാത്രി വീട്ടിലേക്ക് ആക്രമിച്ച് കടന്നു വരുന്നു. അങ്ങനെ എത്രയോ പേര് മരിക്കുന്നു. ഈ മരണത്തിന് ഉത്തരവാദി ഈ തരത്തിൽപ്പെട്ട ആളുകളാണ്. ഇത് വകവെച്ച് കൊടുക്കാൻ ലോകത്തിൽ ഒരു രാജ്യം തയ്യാറല്ല. ഞാനിപ്പോൾ ഇവരെ അമേരിക്കയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെയാണ് മാലി എടുത്തിട്ടുള്ള തീരുമാനം. മാലിയിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾ മുഴുവൻ പുറത്തേക്ക് തന്നെ മാലി തീരുമാനിച്ചു. ചെറിയ രാജ്യമാണ്, ചൈനയെയും ഇന്ത്യയും ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ്. അതിൻ്റെ രാജ്യത്തിൻ്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10-800 ചെറിയ ഐലൻഡ്സാണ് അവിടെ ഉള്ളത്. അതിനകത്ത് 13-14 സ്ഥലത്താണ് ആളുകൾ താമസിക്കുന്നത്. അവരെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ പോപ്പുലേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള മാലി പോലും തീരുമാനിച്ചു അനധികൃതമായിട്ട് വന്ന് താമസിക്കുന്ന ആളുകളെ പിടിച്ച് പുറത്താക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് ഒരു നാടിനെ സ്നേഹിക്കുന്നൊരു സ്ഥലത്ത്, നാട്ടിലെ ജനങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യമല്ലേ? അല്ലെങ്കിൽ ഈ നാട്ടുകാരൻ എവിടെ പോകുക? ഈ മലയാളി എവിടെ പോകും? നമുക്ക് താമസിക്കേണ്ട ഒരു ഇടം വേണ്ടേ? അല്ലാണ്ട് ഇവിടെ മുഴുവൻ വിദേശികളായിട്ടുള്ള ആളുകൾ, കുറ്റവാളികളായിട്ടുള്ള ആളുകൾ താമസിച്ചാൽ അവർക്ക് ഇവിടുത്തെ നിയമങ്ങളോടും ഒന്നിനോടും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, എനിക്കിഷ്ടമുള്ള മാതിരി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് അതെൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ആളുകൾ ഇത് അമേരിക്ക അംഗീകരിക്കില്ല. അവിടെയാണ് ട്രംപിൻ്റെ വിജയം. ട്രംപ് പറയുന്നത് അമേരിക്കക്കാരുടേതാണ്, അമേരിക്കക്കാരനോട് ജീവിക്കണം, അവിടെ അനധികൃതമായിട്ടുള്ള ആളുകൾ വന്ന് പെടാൻ വേണ്ടി പാടില്ല. എനിക്കറിയാവുന്നൊരു ചെറിയ ഉദാഹരണം, ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പറയുകയാണ്. ഇവിടെ ചില ട്രാവൽ ഏജൻസികൾ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഇറ്റലിയിലേക്ക് ആളുകൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. ഈ എൻ്റെയൊക്കെ വീടിൻ്റെയൊക്കെ ഒരു പരിസരത്തുള്ള പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു പാർട്ടി എൻ്റെ ഒരു വീട്ടിൽ വന്ന സമയത്ത് പറഞ്ഞത്, ഞങ്ങളുടനെ ഇറ്റലിയിലേക്ക് പോവുകയാണ്. ഇവർക്ക് പാസ്പോർട്ടുണ്ട്, വിസയില്ല. ഇവർ ടൂറിസ്റ്റ് വിസയിൽ പോവുകയാണ്. അതിനുശേഷം അവിടെ ടൂറിസ്റ്റ് വിസയിൽ ഷെങ്കൻ വിസയാണ് എടുക്കണമെങ്കിൽ 1 കൊല്ലം വരേക്ക് വേണമെങ്കിൽ താമസിക്കാം, 1 വർഷം വരെ താമസിക്കാം. അത് ആരെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരാതെ കണ്ട് തന്നെ ഇവർ എവിടെയെങ്കിലും ജോലി സമ്പാദിക്കുന്നു. ആ ജോലി പുറത്ത് ഇവർ അവിടെ നിന്നുള്ള വിസ സമ്പാദിക്കുന്നു. ഈ പരിപാടി ഇലീഗലാണ്. ഇലീഗലായിട്ട് നാളെ
ഈ പോകുന്ന ആൾ നാളെ പോലീസിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദിത്വം പറയുക? അവർ കേരള സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടോ? ആരെ അറിയിക്കില്ല. അവരിവിടുന്ന് പുറത്തു പോകുന്നു, അവർ ഇറ്റലിക്ക് പോകുന്നു, അവർ അമേരിക്കയ്ക്ക് പോകുന്നു, അവിടെ പോയിട്ട് അവർ വിസ ഇല്ലാതെ കണ്ട് അവിടെ താമസിക്കുന്നു, ഇന്ത്യൻ പാസ്പോർട്ട് അവർ നശിപ്പിച്ച് കളയുന്നു. അവർ ധരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലെങ്കിൽ അന്ന് തുടങ്ങിയിട്ട് ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ റഷ്യക്കാരനാണ്, ഞാൻ കാനഡക്കാരനാണെന്ന്. അങ്ങനെ സാധ്യമല്ല. എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. ഈ നിയമ സംവിധാനങ്ങൾ അംഗീകരിക്കുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ട്രംപ് എടുത്ത നിലപാട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഈ നിലപാട് തന്നെ ഇന്ത്യയും സ്വീകരിക്കണം, അത് തന്നെ കേരളവും സ്വീകരിക്കണം. കുറ്റവാളികളെ കുറ്റവാളികളായിട്ട് തന്നെ കാണാൻ സാധിക്കണം. അവരെ ഒരു കാരണവശാലും അനധികൃതമായിരിക്കുന്ന ആളുകളെ കുടിയേറുന്ന ഒരു ഭൂമിയായിട്ട് നമ്മുടെ പ്രദേശം മാറ്റരുതെന്നാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. നമസ്കാരം.